ഒരു പാവൻ ചിക്കൻ കറി ആയാലോ? കൂടുതൽ മസാലകളൊന്നുമില്ലാത്ത ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചിക്കൻ കറി. ഞാനിവിടെ ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഉലുവ പൊട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തോ ആയിക്കോട്ടെ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ആ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഈ കറിവേപ്പില ഇടാം. കറിവേപ്പില ആദ്യമേ ആ വെളിച്ചെണ്ണയിൽ കിടക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ ഉണ്ടല്ലോ, അത് വെളിച്ചെണ്ണയിൽ ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു പിടി സവാള കൂടി ഞാൻ ഇടുന്നുണ്ട്, വളരെ കുറച്ച് സവാള. അതും കൂടുതൽ വഴറ്റി കഷ്ടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ വഴറ്റി ഒന്നും എടുക്കണ്ട, കുറച്ച് വഴറ്റുക, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. പിന്നെ ഞാൻ നല്ല പഴുത്ത തക്കാളി ഉണ്ടല്ലോ, ഉപ്പിട്ട് വഴറ്റണം എന്നാണല്ലോ ഒരിത്, അതുകൊണ്ട് ഞാനും ഉപ്പിട്ട് വഴറ്റുന്നുണ്ട്. പിന്നെ അതാ തക്കാളി, ഞാൻ വലിയൊരു പഴുത്ത തക്കാളി എടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് പുളി കൂടുതലുള്ളത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വലിയൊരു തക്കാളി തന്നെ എടുക്കുന്നുണ്ട്. അത് പറഞ്ഞോണം വഴറ്റുക. എന്നിട്ട് ഈ തക്കാളി വെന്ത് ജസ്റ്റ് ഒന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വരുമല്ലോ, ആ ഒരു ടൈമിന് മസാലപ്പൊടികളിടുക. കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ചിക്കൻ മുളകിട്ടതായതുകൊണ്ട് മുളക് പൊടി കുറച്ച് കൂടുതൽ വേണമല്ലോ. എൻ്റെ മുളക് പൊടി ഈ കശ്മീരി മുളകും നോർമൽ മുളകുണ്ടല്ലോ, അതും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. അപ്പോൾ എരിവ് അധികം കാണത്തില്ല, പക്ഷെ നല്ല കളറുണ്ടാകും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും. പിന്നെ ഞാൻ പേരിന് മാത്രം കുറച്ച് ചിക്കൻ മസാല കൂടിയിട്ട് ആ ഒരു എണ്ണയിൽ ഈ 3 മസാലപ്പൊടികൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകണ്ടേ. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച കുറച്ച് ചിക്കനും, ഒരു 1/4 കിലോ 1/2 കിലോ അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ വരുള്ളൂ. 1/2 കിലോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ, അപ്പോൾ കുറച്ച് ചിക്കൻ മതി കേട്ടോ. അപ്പോൾ അത് ഈ മസാലയിൽ ജസ്റ്റ് ഒന്ന് മസാല ഒക്കെ ഈ ചിക്കനിലൊന്ന് പിടിക്കത്തക്ക വിധം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം കൂടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു പരുവം കണ്ടിട്ട് ആരും പേടിക്കേണ്ട, വെള്ളം കൂടിപ്പോയിട്ടൊന്നുമില്ല. ഈ മൺചട്ടിയിൽ കിടന്ന് തിളച്ച് വറ്റി ഒരു തിക്ക് ഗ്രേവി ആവില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് മല്ലിയിലൊക്കെ അതിൻ്റെ മേലെ കൂടെ ഇടാം. പിന്നെ ഞാൻ ലാസ്റ്റ് ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടെ ഇടുന്നുണ്ട്. അതും വളരെ കുറച്ചാണ് ഇടുന്നത്. അപ്പോൾ അതാ ഈ ഒരു പരുവാവും. മൺചട്ടിയിലൊക്കെ ആയപ്പോൾ സൂപ്പറായിട്ട് വരും കേട്ടോ. പിന്നെ നല്ല ചോറും കട്ടത്തൈര് ഞാൻ മിൽക്കി മിസ്റ്റ് ബ്രാൻഡിൻ്റെ കട്ടത്തൈരാണ് എടുത്തത്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടെ ഒരു പപ്പടവും കൂടെ ആയാൽ വേറെ ഒന്നും വേണ്ട അല്ലേ, ചോറ് അടിപൊളിയാവാൻ. അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ നല്ല ചൂടുണ്ട്, കയ്യും പൊള്ളുന്നുണ്ട്. അപ്പോൾ പപ്പടവും കട്ടത്തൈരും ഒക്കെ കൂടെ കൂട്ടി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ സിമ്പിൾ ചിക്കൻ കറി? അടിപൊളിയല്ലേ? കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ബായ്.